ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലഗൻസ് വിത്ത് പെർഫെക്ഷൻ. ആഭരണങ്ങളുടെയും കോസ്മെറ്റിക്സിന്റെയും വലിയ കളക്ഷൻ. ഗ്രാൻഡ് ലേഡീസ് ഹബ്, 3 പീടിക. ഇനി വിവാഹം ഇന്റിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ, വിവാഹം വരെ സർവീസ്. ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാട്രിമോണി, ബ്യൂട്ടിഫൈയിങ് യുവർ ലൈഫ്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രമായ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് ഈ സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിനായി സ്മാർട്ട് കയ്പമംഗലം നടത്തിയ അഭിനന്ദനീയം 2026 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഉന്നത വിദ്യാഭ്യാസ മേഖല വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന കാലഘട്ടമാണ്. ഈ സർക്കാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ പോകുന്ന മേഖല ഉന്നത വിദ്യാഭ്യാസമാണെന്ന് കഴിഞ്ഞ ദിവസത്തെ ബഡ്ജറ്റ് പരിശോധിച്ചാൽ മനസ്സിലാകും. അന്താരാഷ്ട്ര നിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിൽ ലഭ്യമാക്കുന്നതിന് സർക്കാർ പദ്ധതിയൊരുക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. നമ്മൾ ഈ സർക്കാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ പോകുന്ന ഒരു മേഖല കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയാണ് എന്നുള്ളത് കഴിഞ്ഞ ദിവസത്തെ ബഡ്ജറ്റിൽ നിങ്ങൾ വന്നിരിക്കുന്ന പ്രഖ്യാപനങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ അന്താരാഷ്ട്ര നിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ തന്നെ ലഭ്യമാക്കുന്നതിന് ഉതകുന്ന തരത്തിലുള്ള കേരള നോളജ് വാലി ഉൾപ്പെടെ അല്ലെങ്കിൽ മാറുന്ന തൊഴിൽ സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും അതിനനുസരിച്ച് കോഴ്സുകൾ ഡിസൈൻ ചെയ്യുന്നതിനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും നമ്മുടെ തൊഴിൽ സ്ഥാപനങ്ങളെയും ഒക്കെ ബന്ധിപ്പിക്കുന്ന ഗ്ലോബൽ വാച്ച് ടവർ ഉൾപ്പെടെ ട്രൈബൽ യൂണിവേഴ്സിറ്റി ആയാലും കേരള റിസർച്ച് പാർക്ക് ആയാലും ഇത്തരത്തിലുള്ള പദ്ധതികളൊക്കെ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്രമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമ്മുടെ വരും തലമുറയ്ക്കുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു കരുതലാണ് ഈ ബഡ്ജറ്റിൽ നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്ന പരിപാടികളൊക്കെ നടപ്പിലാക്കി മുന്നോട്ട് പോകുവാനായിട്ട് നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധമാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. വളരെ മത്സരം നിറഞ്ഞ ഒരു ലോകത്തിലേക്കാണ് നിങ്ങൾ കടക്കുന്നത്. എവിടെ ചെന്നാലും ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. ഏറ്റവും നന്നായി ആ മത്സരത്തിൽ പങ്കെടുത്ത് കഷ്ടപ്പെട്ട് കഠിന പ്രയത്നം ചെയ്ത് വിജയം കൈവരിക്കാൻ സാധിക്കുന്ന ആളുകൾക്ക് മാത്രമായിരിക്കും ജീവിതത്തിൽ ആത്യന്തികമായിട്ടുള്ള വിജയം ഉണ്ടാവുക. ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ എല്ലാ അവസരത്തിലും നിങ്ങൾക്ക് വിജയിക്കണമെന്നില്ല. ചിലപ്പോഴൊക്കെ നമ്മൾ പരാജയപ്പെട്ടു പോയേക്കാം, നമുക്ക് പ്രതിസന്ധികളെ നേരിടേണ്ടതായിട്ട് വന്നേക്കാം. ആ പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു കരുത്ത് നമുക്കുണ്ടാവുക എന്നുള്ളതാണ്. ജീവിതത്തിൽ വിജയം കൈവരിച്ച എല്ലാവരും എല്ലാ അവസരത്തിലും വിജയിച്ചവരാണെന്ന് നിർബന്ധമൊന്നുമില്ല. പലപ്പോഴും ചില സമയങ്ങളിലൊക്കെ നമ്മൾ ഘട്ടങ്ങളിലൊക്കെ ജീവിതത്തിൽ നമുക്ക് അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയേക്കാം, നമുക്ക് പരാജയങ്ങൾ സംഭവിച്ചേക്കാം. ഇവിടെ വേദിയിലിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഹംസക്ക ഇവിടെ പറഞ്ഞു 10ാം ക്ലാസ് കാലഘട്ടത്തിൽ അദ്ദേഹത്തിനൊക്കെ നേരിടേണ്ടി വന്നിട്ടുള്ള പ്രതിസന്ധികളെക്കുറിച്ചും അന്ന് ഏറ്റുവാങ്ങേണ്ടി വന്ന തിരിച്ചടികളെക്കുറിച്ചും ഒക്കെ സൂചിപ്പിച്ചു. പക്ഷേ ജീവിതത്തിൽ നമ്മൾ നിശ്ചയദാർഢ്യത്തോടു കൂടി കഠിന പ്രയത്നം ചെയ്ത് മുന്നോട്ട് പോകുവാൻ തീരുമാനിച്ചാൽ ഒരു സംശയവും വേണ്ട, നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കുക തന്നെ ചെയ്യും. സ്മാർട്ട് കയ്പമംഗലം പദ്ധതിയുടെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും കലാകായിക മത്സരങ്ങളിൽ വിജയം നേടിയവരെയും ചടങ്ങിൽ അനുമോദിച്ചു. കയ്പമംഗലം ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സ്മാർട്ട് കയ്പമംഗലം ചെയർമാൻ ശോഭ സുബിൻ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ ഈ പ്രവർത്തന പരിപാടിക്ക് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ല എന്ന് ആദ്യമേ സൂചിപ്പിക്കുകയാണ്. കഴിവുള്ളവരെ അംഗീകരിക്കുകയും അർഹരായവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരികയും അവരെ അംഗീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രവർത്തന മികവും പരിപാടിയുമായി ഉദ്ദേശിക്കുന്നത്. ഏറ്റവും ചുരുങ്ങിയത് 15,000-ലധികം വിദ്യാർത്ഥികളെ 12 വർഷങ്ങൾ കൊണ്ട് ആദരിക്കാനും അവർക്ക് സഹായങ്ങൾ എത്തിക്കാനും ഒക്കെ കഴിഞ്ഞ ഒരു പ്രസ്ഥാനത്തിൻ്റെ പേരാണ് സ്മാർട്ട് കയ്പമംഗലം എന്ന് പറയുന്നത് എന്ന് അഭിമാനത്തോടു കൂടി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവർക്കറിയാം, കൊറോണ സമയത്ത് സഹായങ്ങളായി നമ്മൾ ഉണ്ടായിട്ടുണ്ട്, പ്രളയ സമയത്ത് ഉണ്ടായിട്ടുണ്ട്, എല്ലാ സമയങ്ങളിലും സഹായമായിട്ട് ഉണ്ടായിട്ടുണ്ട്. സൂര്യഭാരതി ഫൗണ്ടേഷൻ ചെയർമാൻ KP മനോജ് കുമാറിന് കലാസംസ്കൃതി പുരസ്കാരം നൽകി മന്ത്രി റോജി എം ജോൺ ആദരിച്ചു. ദാലിയ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ അബ്ദുള്ള ഹംസയ്ക്ക് പ്രവാസി ഭാരതീയ പുരസ്കാരം നൽകിയും മന്ത്രി ആദരിച്ചു. ദയ എക്സ്റ്റേണൽ ഡയറക്ടർ മുഹമ്മദ് ബഷീർ, അൻഷി ഗ്രൂപ്പ് ചെയർമാൻ ഷിമിൽ മോഹൻദാസ്, സോഷ്യൽ ആക്ടിവിസ്റ്റ് VR അനൂപ്, അഞ്ജലി ഷമീർ, കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, വൈസ് പ്രസിഡന്റ് KK സക്കരിയ, പഞ്ചായത്ത് അംഗങ്ങൾ CJ പോൾസൺ, സുനിൽ P മേനൻ, CC ബാബുരാജ്, മജീദ് കയ്പമംഗലം, ചന്ദ്രാപിന്നി SN വിദ്യാഭവൻ പ്രിൻസിപ്പാൾ യാമിനി ദിലീപ്, എടത്തിരുത്തി SNV LP സ്കൂൾ പ്രധാനാധ്യാപിക നിമ്മി പ്രവീൺ തുടങ്ങിയവർ സംസാരിച്ചു. നീന്തൽ മത്സരങ്ങളിൽ 5 സ്വർണ്ണ മെഡൽ നേടിയ ധനിഷ്ഠ ജിംജി,
ഭിന്നശേഷി വിഭാഗത്തിൽ ഓട്ടമത്സരത്തിൽ പുരസ്കാരം നേടിയ അമേയ, മികവഴക് പുരസ്കാരത്തിന് അർഹയായ SNV LP സ്കൂളിലെ അധ്യാപിക KB സന്ധ്യ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. യുവ ക്ലബിന് സ്പോർട്സ് കിറ്റും സമ്മാനിച്ചു. KA അഫ്സൽ, പ്രവിത ഉണ്ണികൃഷ്ണൻ, ലക്ഷ്മി ശാന്തൻ, ഉല്ലാസ്, നാസർ എന്നിവർ നേതൃത്വം നൽകി. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, തൃപ്രയാർ ആൻഡ് കൊടകര. സ്വർണത്തിന്റെ സത്യം.